തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രമായ ചിദംബരം നടരാജ ക്ഷേത്രത്തിലെ ചിദംബരം രഹസ്യം എന്ന തത്വത്തെ ഒന്ന് വിശദീകരിക്കാമോ? ഇല്ല, വിശദീകരിച്ചുകൂടാ. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. രഹസ്യം എങ്ങനെയാ പരസ്യമാക്കുക? അത് ചിദംബരത്തിൽ നിലകൊള്ളുന്ന രഹസ്യമാണ്. ഏതാ ചിദംബരം? ചിദംബരം ചിത്ത് കേവലമായ ജ്ഞാനം, നിരപേക്ഷമായ ജ്ഞാനം. ചിദാനന്ദൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ചിത്ത്. ഈ കേവലമായ ജ്ഞാനം യാതൊരു അമ്പരമാണോ? അമ്പരം ആകാശം. കേവല ജ്ഞാനമാകുന്ന ആകാശം. അതിൻ്റെ രഹസ്യം അതിൽ മുങ്ങിയാൽ തന്നെ അറിയൂ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കറിയാം. അതുകൊണ്ട് രഹസ്യം പറയാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ നിറയെ മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ ബോക്സുകളുണ്ട്, ഒക്കെ കൂടി പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ചിദംബരത്ത് പോവുക. ആദ്യം ബാഹ്യമായ ചിദംബരാകട്ടെ, തമിഴ്നാട്ടിലെ ചിദംബരം. അവിടെ ആ ഭഗവത് സന്നിധിയിൽ നല്ലപോലെ ചിദംബരത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കുക. ചിദംബരത്തിലെത്തി ചിദംബരത്തിൽ പ്രവേശിക്കാൻ നോക്കുക. ചിദംബരത്തിലെത്തിയിട്ട് വേണോ ചിദംബരത്തിൽ പ്രവേശിക്കുക? അത് പരിശ്രമിക്കുക. അപ്പം അവിടെ നടരാജൻ നടനം ചെയ്യും. നടന അവസാനം ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഇരിക്കും. ആ നടനത്തിൽ നിന്ന് സമസ്ത ലോകവും ഉയർകൊള്ളും. ആ നടനത്തിൽ നിന്ന് സമസ്ത കലകളും ശാസ്ത്രങ്ങളും ഉയർകൊള്ളും. നൃത്തം, സംഗീതം, നൃത്തസംഗീതങ്ങളിൽ അന്തർഭവിക്കുന്ന സമ്പൂർണ്ണ ഭാവരാഗ താളങ്ങൾ, സമ്പൂർണമായ ഭാഷാവിജ്ഞാനീയം, തദ്വാര സാഹിത്യങ്ങൾ, സമ്പൂർണമായിരിക്കുന്ന സൃഷ്ടിയും അവിടെ നിന്ന് പ്രകടമാകും. അതാണ് ചിദംബര നടനം. കേവലം വ്യാകരണത്തിൻ്റെ ഉത്പത്തി മാത്രമല്ല. വ്യാകരണത്തിൻ്റെ ഉത്പത്തി പ്രസിദ്ധമാണ്. 9, 5, 14 പ്രാവശ്യം ഢക്ക മുഴക്കിയ ആ നടരാജൻ്റെ ഢക്കാനാദത്തിൽ നിന്ന് പുറമേക്ക് വന്ന ശബ്ദരാശികൾ, അതിൽ നിന്ന് സമ്പൂർണ്ണ വ്യാകരണ ശാസ്ത്രവും ഉണ്ടായി. മാത്രമല്ല, അതിൽ നിന്ന് തന്നെയാകുന്നു നൃത്തങ്ങൾ അഖിലവും. താണ്ഡവം മാത്രമല്ല, താണ്ഡവത്തിൽ ലാസ്യം അന്തർഭവിക്കും. ലാസ്യത്തിൽ താണ്ഡവം അന്തർഭവിക്കില്ല. ആർക്കും വിരോധം തോന്നരുതേ, ആർക്കും വിരോധം തോന്നരുത്. ഇവിടെ വലിയ നൃത്തവിശാരദന്മാരൊക്കെ ഉണ്ടാവും. വിരോധം തോന്നരുത്. താണ്ഡവത്തിൽ ലാസ്യം അന്തർഭവിക്കും. പിന്നെ സംഗീതമോ വാദ്യങ്ങളോ രാഗപ്രധാനമായാലും താളപ്രധാനമായാലും സമ്പൂർണ്ണ സംഗീതരാശി എല്ലാം ആ നടരാജനിൽ നിന്ന് വെളിപ്പെടും. അതുകൊണ്ട് ഒന്ന് മനസ്സടക്കി ഇപ്പം പറഞ്ഞ പ്രകാരത്തിൽ ചിദംബരത്തിലേക്കൊന്ന് പോവുക. ചിദംബരത്തിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നു ചിദാനന്ദപുരി സ്വാമി. എത്ര ഉറുപ്പ്യ? എത്രയാ മാക്സിമം? അത്ര. ഒരു പൈസയും വേണ്ട, ഒരു പൈസയും വേണ്ട. ചിദാനന്ദപുരി സ്വാമിയുടെ വഞ്ചനയിലൊന്നും പെടണ്ട. അവനവൻ ഇരിക്കുക, അവനവനിൽ ചിദംബരത്തിൽ ശ്രമിക്കുക എത്താൻ. ആ നടനത്തിൽ കഴിഞ്ഞില്ല, നടനത്തിൽ തീരരുത്. നടനം സൃഷ്ടിയായിട്ടേ ഉള്ളൂ. സൃഷ്ടിയിൽ പ്രപഞ്ച നാടകം അവസാനിക്കുന്നില്ല. ആ നടനാവസാനത്തിൽ ഒരു ഇരിപ്പുണ്ട്.
ആ ഇരിപ്പാണ് ദക്ഷിണാമൂർത്തി ഭാവം. നടനം കഴിഞ്ഞുള്ള, ആട്ടം കഴിഞ്ഞുള്ള ദക്ഷിണാമൂർത്തി ഭാവം. അവിടെ കേവലം ജ്ഞാനമുദ്ര മാത്രമാണ്. പതുക്കെ 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 അതും വിലയിക്കും. അപ്പോഴേ രഹസ്യമുള്ളൂ. അതായത് ഒരക്ഷരമുണ്ടാതെ ഇപ്പം ജ്ഞാനമുദ്ര കാണിച്ചാലും അവിടെ ഒരു ഉപദേശ വ്യവഹാരമുണ്ട്. സമ്പൂർണ്ണ ശാസ്ത്രങ്ങളെയും വാചാലമായി ഉപദേശിക്കുന്നത് നിർത്തി മഹാവാക്യോപദേശം ചെയ്താലും അവിടെ ഒരു ഉപദേശമുണ്ട്. അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ, ഇവിടെയൊക്കെ ഉപദേശമുണ്ട്. അതും കഴിഞ്ഞ് മുദ്രയിലെത്തി, അവിടെയും ഉപദേശമുണ്ട്. അതും വിലയിക്കണം. അപ്പോ ദക്ഷിണശ്ച അമൂർത്തിശ്ച ദക്ഷിണാമൂർത്തി. ആദ്യത്തേതോ ദക്ഷിണേ മൂർത്തി. ഇപ്പോഴോ ദക്ഷിണശ്ച അമൂർത്തിശ്ച. ശ്രദ്ധിക്കുക, അത് തന്നെ രഹസ്യം.